ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. മറ്റു ആപ്സുകളുടെ സഹായമൊന്നുമില്ലാതെ നമ്മുടെ മൊബൈലിലുള്ള ആപ്സ് ഇത് എങ്ങനെയാണ് ഹൈഡ് ചെയ്യുന്നത് എന്നതിനെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. അപ്പോൾ ഇതിനായി ആദ്യം തന്നെ നിങ്ങളുടെ മൊബൈൽ ഫോണിലെ സെറ്റിംഗ്സ് എന്ന ഓപ്ഷൻ ഓപ്പൺ ചെയ്യുക. അതിനുശേഷം നിങ്ങൾക്ക് ഇവിടെ സെർച്ച് സെറ്റിംഗ്സ് എന്നതിൽ ഇവിടെ നിങ്ങൾക്ക് ആപ്പ് ലോക്ക് എന്ന് സെർച്ച് ചെയ്യുക. ഇപ്രകാരം നിങ്ങൾക്ക് ഇവിടെ മുകളിലായി ആപ്പ് ലോക്ക് എന്നൊരു ഓപ്ഷൻ വന്നിട്ടുണ്ട്. ഇതിൽ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ ഇവിടെ പ്രൊട്ടക്റ്റ് യുവർ പ്രൈവസി വിത്ത് ആപ്പ് ലോക്ക് എന്ന് വന്നിട്ടുണ്ട്. ഇത് നമുക്ക് ടേൺ ഓൺ ചെയ്യാം. അതിനുശേഷം നമുക്കൊരു പാറ്റേൺ സെറ്റ് ചെയ്യാൻ പറയുന്നുണ്ട്. അതായത് ആപ്പ് ലോക്കിനൊരു പാറ്റേൺ സെറ്റ് ചെയ്യണം. ഞാനിപ്പോൾ ഇപ്രകാരം ജസ്റ്റ് ഇങ്ങനെ ഒരു പാറ്റേൺ കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം വീണ്ടും ഈ ഒരു പാറ്റേൺ എൻ്റർ കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നെക്സ്റ്റ് എന്നതിൽ ക്ലിക്ക് ചെയ്യാം. ഇപ്പോൾ എൻ്റെ ഫോണിൻ്റെ അക്കൗണ്ട് ഇതിൽ ആഡ് ചെയ്യണോ എന്നാണ് ചോദിക്കുന്നത്. ഞാൻ ഇത് സ്കിപ്പ് ചെയ്യുകയാണ്. ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം യൂസ് ആപ്പ് ലോക്ക് എന്നൊരു ഓപ്ഷൻ വന്നിട്ടുണ്ട്. ഇപ്രകാരം നമുക്ക് ഇനി എങ്ങനെയാണ് ഇത് സെറ്റ് ചെയ്യുന്നത് എന്ന് നോക്കാം. ഇനി നമുക്ക് ഏതെല്ലാം ആപ്ലിക്കേഷനാണ് ഇപ്രകാരം ആപ്പ് ലോക്ക് വെച്ച് സെറ്റ് ചെയ്യേണ്ടത്, അതായത് ആപ്പ് ലോക്ക് കൊടുക്കേണ്ടത്, ആ ആപ്ലിക്കേഷനെല്ലാം ഇവിടെ സെലക്ട് ചെയ്യുക. ഇവിടെ ഓട്ടോമാറ്റിക്കായി നമുക്ക് ഇവിടെ ഇപ്പോൾ കുറച്ച് ആപ്ലിക്കേഷനെല്ലാം സെലക്ട് ആയിരിക്കുന്നത് കാണാം. അതായത് 96% ഓഫ് യൂസേഴ്സ് ഇത്തരത്തിലുള്ള ആപ്സ് എല്ലാം പ്രൊട്ടക്റ്റ് ചെയ്തിട്ടുണ്ട് എന്നാണ് പറയുന്നത്. അതിനാൽ തന്നെയാണ് ഇവിടെ ഇത് ഡിഫോൾട്ടായി വന്നിരിക്കുന്നത്. അപ്പോൾ 9 ആപ്ലിക്കേഷൻ ഇപ്പോൾ ഇവിടെ പ്രൊട്ടക്റ്റ് ചെയ്തിട്ടുണ്ട് എന്ന് നമുക്ക് താഴെ കാണാം. ഇവിടെ നിങ്ങൾക്ക് സ്ക്രോൾ ചെയ്താൽ കാണാൻ സാധിക്കും ഗാലറി, വാട്സപ്പ്, മെസ്സഞ്ചർ, ഫേസ്ബുക്ക്, ഫയൽ മാനേജർ, മെസ്സേജിങ്, ക്രോം, അതുപോലെ യൂട്യൂബ്. ഇത്തരത്തിൽ ഈ ആപ്ലിക്കേഷൻ എല്ലാമാണ് ഇപ്പോൾ സെലക്ട് ആയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ ആപ്ലിക്കേഷൻ തന്നെ ഒന്ന് യൂസ് ചെയ്ത് നോക്കാം. അതിനായി ഞാനിവിടെ താഴെ യൂസ് ആപ്പ് ലോക്ക് എന്നതിൽ ക്ലിക്ക് ചെയ്തു. അതിനുശേഷം എൻ്റെ ഫിംഗർ പ്രിൻ്റ് ഇവിടെ കൊടുക്കാൻ പറയുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇത് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇവിടെ ഈ ഒരു പേജിലേക്ക് വരുമ്പോഴാണ് നമ്മുടെ ആപ്സ് എല്ലാം ഹിഡൻ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ലഭിക്കുക. ഇത് നമ്മൾ 9 ആപ്സ് എന്ന് പറയുന്നത് ഇത് ഇപ്പോൾ ഇവിടെ പ്രൊട്ടക്റ്റ് ചെയ്തിരിക്കുകയാണ്. ഇനി നമുക്ക് ഏതെങ്കിലും ആപ്സ് എല്ലാം ഹിഡൻ ചെയ്യണമെങ്കിൽ ഇതിനടുത്തായി ഒരു ടാബ് വന്നിരിക്കുന്നത് കാണാം, ഹിഡൻ ആപ്സ് എന്നത്. അതിനുശേഷം ഇവിടെ സ്റ്റാർട്ട് എന്നൊരു ഓപ്ഷൻ കിട്ടും. ഇതിൽ ക്ലിക്ക് ചെയ്യുക. ഇപ്രകാരം നമുക്ക് ഇവിടെ ഫോണിലുള്ളതിൽ നിന്നും ഏത് ആപ്പാണ് ഇപ്പോൾ ഹിഡൻ ചെയ്യേണ്ടത് എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും ആപ്സ് എല്ലാം ഹിഡൻ ചെയ്യണമെങ്കിൽ, ഉദാഹരണമായി ഇപ്പോൾ എൻ്റെ ഫോണിൽ ഇവിടെ നെറ്റ്ഫ്ലിക്സ് ഇപ്പോൾ ഉണ്ട്. അപ്പോൾ ഞാൻ ഈ നെറ്റ്ഫ്ലിക്സ് എന്നത് ഹിഡൻ ചെയ്യാൻ പോവുകയാണ്. ഇത് ജസ്റ്റ് ടാപ്പ് ചെയ്തതിന് ശേഷം ഗോട്ട് ഇറ്റ് എന്ന് കൊടുത്ത് ഇപ്പോൾ ഇത് എനേബിൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ആപ്ലിക്കേഷൻ ഹിഡൻ ചെയ്യാനാണ് ഞാനിവിടെ കൊടുത്തിരിക്കുന്നത്. അതിനുശേഷം നമുക്കിവിടെ ബാക്ക് കൊടുത്തതിന് ശേഷം ഇനി നമുക്ക് ഇവിടെ ഫോണിൽ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കാം ഈ നെറ്റ്ഫ്ലിക്സ് എന്നത് ഇപ്പോൾ ഇവിടെ വരുന്നുണ്ടോ എന്ന്. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം ഇവിടെ ഈ നെറ്റ്ഫ്ലിക്സ് എന്ന ആപ്ലിക്കേഷൻ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നില്ല. ഇനി നമുക്ക് വീണ്ടും ആപ്പ് ലോക്ക് ഓപ്പൺ ചെയ്ത് ഇത് നമുക്ക് വീണ്ടും തിരിച്ചു കൊണ്ടുവരാൻ സാധിക്കുമോ എന്ന് നോക്കാം. ഇതിനായി വീണ്ടും ഞാൻ ഇതുപോലെ സെറ്റിംഗ്സ് എന്നതിൽ പോയതിന് ശേഷം ആപ്പ് ലോക്ക് എന്നത് ഓപ്പൺ ചെയ്യുകയാണ്. ഇപ്പോൾ നമ്മളോട് ഈ പാറ്റേൺ വീണ്ടും ചോദിക്കുന്നുണ്ട്. ഇപ്രകാരം ഞാൻ ഈ പാറ്റേൺ എൻ്റർ ചെയ്തു. അതിനുശേഷം ഹിഡൻ ആപ്സ് എന്നതിൽ പോകുമ്പോൾ 1 ആപ്പ് ഐക്കൺ ഹിഡൻ എന്നിവിടെ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഞാൻ ഹിഡൻ എന്നത് ഇപ്പോൾ അൺഹൈഡ് ചെയ്യുകയാണ്. അതിനായി ഇത് ഡിസേബിൾ എന്ന് കൊടുത്തു. ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ മുകളിലായി കാണാം 0 ആപ്പ് ഐക്കൺ ഹിഡൻ എന്ന് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഒരു ആപ്ലിക്കേഷനും നമ്മൾ ഇപ്പോൾ ഹിഡൻ ചെയ്ത് വച്ചിട്ടില്ല. ഇപ്രകാരം നമുക്ക് ഇത് ബാക്ക് ചെയ്ത് ഇനി നമുക്ക് നെറ്റ്ഫ്ലിക്സ് ഇവിടെ കാണുന്നുണ്ടോ എന്ന് നോക്കാം. ഇപ്പോൾ നിങ്ങൾക്കിവിടെ കാണാം എൻ്റെ ഈ മെയിൻ സ്ക്രീനിൽ ഇപ്പോൾ നെറ്റ്ഫ്ലിക്സ് എന്ന ആപ്ലിക്കേഷൻ വന്നിട്ടുണ്ട്. ഇപ്രകാരം നിങ്ങൾക്ക് ഏതെല്ലാം ആപ്ലിക്കേഷനാണ് നിങ്ങളുടെ ഫോണിൽ നിന്നും ഹൈഡ് ചെയ്യേണ്ടത് ഇതെല്ലാം നിങ്ങൾക്ക് ഇവിടെ എനേബിൾ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ആപ്ലിക്കേഷൻ എല്ലാം ഹൈഡ് ചെയ്ത് വയ്ക്കാൻ സാധിക്കും. ഇപ്പോൾ നമ്മൾ ഒരുപാട് ആപ്ലിക്കേഷൻസ് എല്ലാം ഇവിടെ സെലക്ട് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് ഇവിടെ എന്താണ് സംഭവിക്കുന്നത് എന്ന് നോക്കാം. ഇപ്പോൾ നമ്മൾ സെലക്ട് ചെയ്ത ആപ്ലിക്കേഷൻസ് എല്ലാം ഇവിടെ നിന്നും പോയിട്ടുണ്ട്. ഇപ്പോൾ വളരെ കുറച്ച് ആപ്ലിക്കേഷൻസ് മാത്രമാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുക. അതായത് നമ്മൾ സെലക്ട് ചെയ്ത ഒരു ആപ്ലിക്കേഷനും ഇവിടെ കാണിക്കുന്നില്ല. ഈ ഒരു 17 ആപ്ലിക്കേഷൻ ഇപ്പോൾ ഞാനിവിടെ ഹൈഡ് ചെയ്ത് വച്ചിരിക്കുകയാണ്.
അതിനാൽ തന്നെ YT സ്റ്റുഡിയോ, മെസ്സഞ്ചർ, ഫേസ്ബുക്ക് ഇപ്രകാരം ഈ 17 ആപ്ലിക്കേഷനും ഇപ്പോൾ ഇവിടെ മെയിൻ സ്ക്രീനിൽ നിന്നും ഹൈഡായിട്ടുണ്ട്. ഇനി ഇത് വീണ്ടും അൺഹൈഡ് ചെയ്യുന്നതിന് വേണ്ടി നമുക്ക് ഇപ്രകാരം ഈ ഒരു ആപ്പ് ലോക്ക് എന്നതിൽ പോയതിന് ശേഷം ഇത് വീണ്ടും ഡിസേബിൾ കൊടുക്കാം. ഇനി നമുക്ക് മെയിൻ സ്ക്രീനിലേക്ക് പോകുമ്പോൾ നിങ്ങൾക്ക് കാണാം ഒരുപാട് ആപ്ലിക്കേഷൻ ഇപ്പോൾ ഇവിടെ കാണിക്കുന്നുണ്ട്. അതായത് എല്ലാ ആപ്ലിക്കേഷനും ഇപ്പോൾ അൺഹൈഡ് ആയിട്ടുണ്ട്. അപ്പോൾ വളരെ നല്ല ഒരു ഓപ്ഷനാണിത്. നിങ്ങളും ഈ ഒരു ഫീച്ചർ യൂസ് ചെയ്ത് നോക്കുക. ഈ ഒരു ഫീച്ചർ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ഈ ഒരു വീഡിയോ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക. പുതിയ അറിവുകളുമായി മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക്